നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ആഗ്രഹങ്ങളോടും സ്വപ്നങ്ങളോടും സഞ്ചരിക്കാത്ത മനുഷ്യരില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് പരക്കം പായുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും വേഗം കടന്നു വരിക എന്നൊക്കെ അറിയുവാനായിട്ട് ഇന്നത്തെ തൊടുകുറി ഫലം നിങ്ങളെ സഹായിക്കും. അപ്രകാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം കാക്കയുടെയും രണ്ടാമത്തെ ചിത്രം പൊന്മാനിൻ്റെ ചിത്രവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടാനുഭവങ്ങളും ഒക്കെ കാണാം. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് തോന്നുന്നു. ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ കാക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്രകാരം നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടുവാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന വ്യക്തികളാണ്. ജീവിക്കുന്ന ഓരോ നിമിഷവും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ഈശ്വരൻ്റെ അനുഗ്രഹം ലഭ്യമാകണമെന്ന് കരുതി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. എപ്പോഴും നന്മ മനസ്സിലുള്ളവരാണ്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതും ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പല വ്യക്തികൾക്കും പല സാഹചര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ വീണ്ടെടുക്കുവാനും അതിന് പ്രവർത്തിക്കുവാനും ഒക്കെ ഈശ്വരൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുന്നതാണ്. ഒരു ഭവനം വേണമെന്ന ആഗ്രഹമായി മുന്നോട്ട് പോകുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഒത്തിരി കടഭാരമാണ്, അതായത് പുറത്തു പറഞ്ഞാൽ ആളുകൾ ഭയക്കുന്ന തരത്തിലുള്ള കടഭാരങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്രത്തോളം മനസ്സിൽ ധാരാളം ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖാവസ്ഥകളും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇതിനെ ഒന്ന് തരണം ചെയ്യുക, എപ്രകാരമാണ് ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുക എന്നൊക്കെ ഓർത്ത് എന്നും നിരാശരാകുന്ന വ്യക്തികൾ. എന്നാൽ ഇനി നിരാശരാകേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഭവനത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരാണെങ്കിൽ, അതുപോലെ വിദ്യാഭ്യാസത്തെ ഓർത്തോ പരീക്ഷകളെ ഓർത്തോ ഒരു നല്ല കുടുംബ ജീവിതത്തെക്കുറിച്ച് ഓർത്തോ ഒക്കെയാണ് നിങ്ങളുടെ ഭാരങ്ങളെങ്കിൽ അതൊക്കെ ഇനി മാറ്റിമറിക്കുവാനായിട്ട് കഴിയും. ഏറ്റവും കൂടുതൽ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് അനുഗ്രഹം നേടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു ആഗ്രഹം നിങ്ങൾ നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ചായിരിക്കാം. അനുനിമിഷം നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ധാരാളം ദുഃഖങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു വസ്തുതയായിരിക്കാം. ആ വസ്തുതകളെയൊക്കെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടുന്ന, നിങ്ങളെ മാനസികമായി തളർത്തുന്ന എല്ലാത്തര ശക്തികൾക്കും എതിരെ ഈശ്വരൻ പ്രവർത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ മറ്റാർക്കും നോക്കിക്കാണുന്നതിനപ്പുറം ഒരു സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം വരുന്ന 3 മാസത്തിനകം നിങ്ങൾക്കുണ്ടാകും. അത്രത്തോളം മാനസിക വിഷമങ്ങളും കടഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് തരണം ചെയ്യുക എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. എന്നാൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ കുടുംബജീവിതത്തെ ഈശ്വരൻ അതിസമൃദ്ധിയായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഈ കാക്ക എന്ന ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, വളരെയധികം സാമ്പത്തിക ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിലുള്ളവരാണ്. അനേകം കഠിനാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുമാണ്. എന്നാൽ ഈശ്വര സഹായത്താൽ തീർത്തും വലിയൊരു അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു. ഒന്നാമത്തെ ചിത്രമായ കാക്കയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇതാകുന്നു. ഇനി രണ്ടാമത്തെ ചിത്രമായ പൊന്മാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ശോഭയുള്ള വളരെ സൗന്ദര്യപൂർണമായ ഒരു പക്ഷിയാണ് പൊന്മാൻ. വളരെ ആഴത്തിൽ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ മനസ്സിലാക്കുകയാണെങ്കിൽ
ഉള്ളിൽ മനസ്സ് നിറയെ പ്രയാസങ്ങളും വേദനകളും കടിച്ചമർത്തി ജീവിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ. എന്തിനോ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ഇന്നും ജീവിതത്തിൽ വളരെയധികം വേദനകളൊക്കെ തരണം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ. ആരോടും നിങ്ങളുടെ പ്രയാസങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല, ആരോടും നിങ്ങളുടെ വേദനകളെ പുറത്തു കാണിക്കുവാൻ കഴിയുന്നില്ല. അത്രത്തോളം മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. എങ്ങനെയാണ് ഈ പ്രയാസങ്ങളെ ഒന്ന് മാറ്റാൻ കഴിയുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് വിശ്വാസവഞ്ചന നിങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും വിശ്വസിക്കുന്ന കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ ഒരുപാട് വഞ്ചനകൾ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രയാസം എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യതയോ അല്ലെങ്കിൽ ഒരു ഭവനമില്ലെന്ന വേദനയോ അല്ല. ഏറ്റവും കൂടുതൽ നിങ്ങളെ മുറിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ മറ്റുള്ളവരുടെ ഇടയിൽ അപമാനപ്പെടുത്തുന്ന പ്രയാസത്തിലാഴ്ത്തുന്നതുമായ കുറച്ച് വ്യക്തികളുണ്ട്. അതായത് മനഃപൂർവ്വം നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതുപോലെ നിങ്ങളുടെ നല്ല അവസരങ്ങളെ തട്ടിയെടുക്കുന്ന വ്യക്തികളുണ്ട്. ഉപജീവന സ്ഥലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റുള്ള കൂട്ടുകാരുടെ ഇടയിൽ അപമാനപ്പെടുന്ന അവസ്ഥകൾ, അതുപോലെ ശാരീരികമായും മാനസികമായും ഒരുപാട് തകർന്നു പോകുന്ന അവസ്ഥകൾ. ഇതൊക്കെ നിങ്ങളിൽ കാണാൻ കഴിയുന്ന വളരെ സങ്കടത്തോടും വളരെ വിഷമങ്ങളോടും കൂടിയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഇനി നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ മാറുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. മറ്റൊരു പ്രധാന കാര്യം കഠിനാധ്വാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈശ്വരവിശ്വാസക്കുറവും അതുപോലെ മാനസികമായുള്ള ഒരു ദൈവീക ഭക്തിയും എനിക്കെന്തും നേടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഒന്നും നിങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊക്കെ നേടിയെടുക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ തീവ്രത എത്രത്തോളമാണോ, കടഭാരം വീട്ടണമെന്നതാണോ, അല്ലെങ്കിൽ കുടുംബത്തിലെ വിവാഹം നടക്കണമെന്നതാണോ, മക്കളെക്കുറിച്ചുള്ള ആശങ്കകളാണോ, എന്തു തന്നെ ആയാലും അതൊക്കെ നടക്കണമെന്ന് ഈശ്വരനോട് കഠിനമായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. ഒത്തിരി കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യമെന്ന് പറയുന്നത് ഒരല്പം സ്ഥലമായിരിക്കാം. അതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കണമെന്ന് കരുതുന്ന കുറച്ച് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കഠിനാധ്വാന മനോഭാവം ഉണ്ടായേ പറ്റൂ. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ പൂർണ്ണ വിടുതലുണ്ടാകുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുക. വരുന്ന കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കുന്നതോടുകൂടി നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കും. എന്നിരുന്നാലും നിങ്ങളിലുള്ള പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ പൂർണ്ണമായൊരാഗ്രഹം നേടിയെടുക്കണമെങ്കിൽ ഒരല്പകാലം കഠിനാധ്വാനത്തോടുകൂടി കാത്തിരുന്നേ മതിയാവും. എല്ലാ വ്യക്തികൾക്കുമുള്ള സാധാരണ ആഗ്രഹമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അത് വളരെ കഠിനമാണ്. അത് നേടിയെടുക്കുവാൻ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.